Good evening, all of you. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസൈനിന്റെ നെക്സ്റ്റ് പോർഷൻ ആണ് നമ്മൾ നോക്കുന്നത്. ഓൾറെഡി നമ്മൾ ഡിസൈൻസിൽ RBDയും CRDയും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ദെൻ LSDയിലേക്കാണ് പോകുന്നത്, ദാറ്റ് ഇസ് ലാറ്റിൻ സ്ക്വയർ ഡിസൈൻ. ദെൻ കുറച്ച് ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അനോവ പറഞ്ഞില്ലല്ലോ എന്ന്. അനോവ അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ല അതിൽ. അനോവയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അനോവ, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ടോട്ടൽ വേരിയബിലിറ്റിയെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യുന്ന പരിപാടിയാണെന്ന് പറഞ്ഞു. പിന്നെ അതിൽ അറിയേണ്ടത് അനോവയുടെ കുറച്ച് അസംഷൻസ് ആണ്. അത് നമ്മളിങ്ങനെ ഡിസൈൻസ് പറയുമ്പോൾ അതിന്റെ ഇടയ്ക്കൊക്കെ പറയുന്നുണ്ട് എറേഴ്സ് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം വിത്ത് മീൻ സീറോ ആൻഡ് വേരിയൻസ് സിഗ്മ സ്ക്വയർ. പിന്നെ എക്സ്പെരിമെന്റൽ എറേഴ്സ് ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. പിന്നെ സം ഓഫ് സ്ക്വയേഴ്സ് ഒക്കെ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നത്. ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ അസംഷൻസ് ആയിട്ട് വരുന്നത്. പിന്നെ ഉള്ളത് വൺ വേ അനോവയും ടു വേ അനോവയും ആണ്. ഈ വൺ വേ അനോവയുടെ സെയിം സാധനമാണ് നമ്മൾ CRDക്ക് പറഞ്ഞത്. ടു വേ അനോവയുടെ സെയിം സാധനമാണ് RBDക്ക് പറഞ്ഞത്. അപ്പൊ അത് പ്രത്യേകിച്ച് ഒരു ക്ലാസ് ആയിട്ട് സമയം കളയണമെന്ന് തോന്നിയില്ല. ഓക്കെ, സോ സമയം കളയുന്നില്ല. നെക്സ്റ്റ് വൺ ഇസ് ലാറ്റിൻ സ്ക്വയർ ഡിസൈൻ. ലാറ്റിൻ സ്ക്വയർ ഡിസൈനിലേക്ക് വരുമ്പോൾ ഒരു ഫാക്ടറിനെയാണ് നമുക്ക് കൺട്രോൾ ചെയ്യേണ്ടതെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫാക്ടറിന്റെ വേരിയബിലിറ്റി ആണ് ടെസ്റ്റ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ CRD യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. അതേ സമയത്ത് രണ്ട് ഫാക്ടറുകളാണ് ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ RBD യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇനി മൂന്ന് ഫാക്ടറുകളാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടതെങ്കിൽ, അതായത് രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറുകൾ. രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറുകൾ എന്ന് പറഞ്ഞാൽ അതിന് പറയുന്ന ഒരു ടേം എന്ന് പറയുന്നത് നോയിസൻസ് വേരിയബിൾ എന്നാണ്. രണ്ട് നോയിസൻസ് വേരിയബിൾസ് ആണ് നമ്മൾ എന്താ കമ്പയർ ചെയ്യുന്നതെങ്കിൽ, കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ LSD എന്ന് പറയുന്നത്. പക്ഷെ അവിടെ മൂന്നെണ്ണം വരും. ഓക്കെ, ഈ നോയിസൻസ് വേരിയബിൾസ് എന്ന് പറയുന്നത് പ്രൈമറി ഇൻട്രസ്റ്റ് ആയിരിക്കില്ല. അതായത് ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞ ആൾക്കാർക്ക് ഓർത്ത് വെക്കണം എന്നില്ല. ഈ സെന്റൻസ് ഓർത്ത് വെക്കാൻ ഞാനൊരു എക്സാമ്പിൾ പറയാം. അതായത് നമ്മൾ രണ്ട് ഡയറക്ഷനിൽ കൂടിയാണ് ലാറ്റിൻ സ്ക്വയർ ഡിസൈനിൽ കൺട്രോളിങ് നടത്തുന്നത് അല്ലെങ്കിൽ കമ്പാരിസൺ ചെയ്യുന്നത്. റോ വൈസും കോളം വൈസും. ഓൾമോസ്റ്റ് RBD പോലെ ഒരു റോയും ഉണ്ടാവും ഒരു കോളവും ഉണ്ടാവും. ഓക്കെ, പക്ഷെ RBDയിൽ നമ്മൾ ബ്ലോക്കുകളായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ചില ഫാക്ടറുകളുടെ എഫക്റ്റ് ബ്ലോക്കിൽ മുങ്ങിപ്പോകും. ഓക്കെ, പക്ഷെ LSDയിൽ വരുമ്പോൾ നമുക്ക് കറക്റ്റ് മൂന്ന് ഫാക്ടറുകളുടെ കമ്പാരിസൺ അവിടെ കിട്ടും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സപ്പോസ് ഡിഫറെന്റ് ബ്രാൻഡ്സ് ഓഫ് പെട്രോൾ ആർ ടു ബി കമ്പയർഡ് വിത്ത് റെസ്പെക്ട് ടു മൈലേജ്. അത് തന്നെ എടുത്തു. അപ്പൊ മൈലേജിനനുസരിച്ച് എനിക്ക് മൂന്ന് ബ്രാൻഡ്സ് ഓഫ് അല്ലെങ്കിൽ ഡിഫറെന്റ് ബ്രാൻഡ്സ് ഓഫ് പെട്രോൾസ് കമ്പയർ ചെയ്യണം. ശരിക്കും ആ ബ്രാൻഡ് ഓഫ് പെട്രോൾ അല്ലെങ്കിൽ മൈലേജ് എന്ന് പറയുന്ന ഒരു സാധനത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ഫാക്ടറുകളാണ് മെയിൻ ആയിട്ട്. ഒന്ന് നമ്പർ ഓഫ് ഡിഫറെന്റ് ഇൻഡിവിജ്വൽ ഓഫ് കാർസ്, പല പല കാറുകൾക്ക് വ്യത്യാസം ഉണ്ടാവാം. ആൻഡ് ഡിഫറൻസ് ഇൻ ദ ഡ്രൈവിംഗ് ഹാബിറ്റ്സ് ഓഫ് ഡ്രൈവേഴ്സ്, ഡ്രൈവർമാരുടെ ഡ്രൈവിംഗ് ഹാബിറ്റ് അറിയാലോ. അപ്പൊ അതൊക്കെ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഈ രണ്ട് ഫാക്ടറുകളാണ് മെയിൻ ആയിട്ടും ബ്രാൻഡ് ഓഫ് പെട്രോൾസ്, പല പല ബ്രാൻഡുകളെ ശരിക്കും അവരുടെ മൈലേജിനെ വെച്ച് നോക്കുമ്പോൾ കമ്പാരിസൺ ചെയ്യുമ്പോൾ ഈ രണ്ട് ഫാക്ടറുകളാണ് മെയിൻ ആയിട്ട് വരുന്നത്. സോ നമുക്ക് മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ കമ്പയർ ചെയ്യേണ്ടത്. ഒന്ന് ടൈപ്സ് ഓഫ് കാർസ്, രണ്ട് ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ഹാബിറ്റ്സ് ഓഫ് ഡ്രൈവേഴ്സ്, മൂന്ന് ബ്രാൻഡ് ഓഫ് പെട്രോൾ വിത്ത് റെസ്പെക്ട് ടു മൈലേജ്. ഈ മൂന്ന് ഫാക്ടറുകൾ വരും. അപ്പൊ ഇവിടെ മൊത്തം നോക്കുമ്പോൾ ശരിക്കും ഇപ്പൊ ഞാനൊരു 4 എണ്ണമാണ് എടുക്കുന്നത് വിചാരിക്കാം. 4 ടൈപ്പ് ഓഫ് കാർസ്, 4 ടൈപ്പ് ഓഫ് ഡ്രൈവേഴ്സ് ആൻഡ് 4 ബ്രാൻഡ് ഓഫ് പെട്രോൾ. അപ്പൊ 4 into 4 into 4 64 എക്സ്പെരിമെന്റൽ യൂണിറ്റ്സ് വേണ്ടി വരും. പക്ഷെ നമ്മൾ 16 എണ്ണേ എടുക്കുള്ളൂ. പക്ഷെ ഈ മൂന്നെണ്ണം നമ്മൾ കമ്പയർ ചെയ്യുകയും ചെയ്യും. ഞാൻ വേണമെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിന്റെ ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഇത് മനസ്സിലാക്കണം എന്ന ആഗ്രഹമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ കാറുകള് താപ്പോട്ട് കോളമായിട്ടെടുത്തു, ഡ്രൈവറുകളെ റോ ആയിട്ടെടുത്തു. അപ്പോ ഞാനിപ്പോ കാറുകളെ ഡിനോട്ട് ചെയ്യുന്നത് 1, 2, 3, 4 എന്നാണ്. 4 ടൈപ്പ് ഓഫ് കാറുകൾ എടുത്തിട്ടുണ്ട്. അതേപോലെ ഡ്രൈവറിനെ ABCD 4 ടൈപ്പ് ഓഫ് 4 ഡിഫറെന്റ് ഇൻഡിവിജ്വൽ ഡ്രൈവേഴ്സിനെ എടുത്തിട്ടുണ്ട്. ഇനി അപ്പൊ റോയുമായി കോളവുമായി. ഇനി ഞാൻ ഇതിനകത്താണ്
ബ്രാൻഡ് ഓഫ് പെട്രോൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഞാൻ അതിനെ ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കാന്ന് വിചാരിക്കാം. ഇങ്ങനെ കണ്ടോ? ഇതിപ്പോ റോയും കോളവും മാത്രമേ വന്നുള്ളൂ, പക്ഷെ 3 സംഭവങ്ങളും നമ്മൾ കമ്പാരിസന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് ബേസിക്കലി LSD എന്ന് പറയുന്നത്. 3 ഫാക്ടറുകൾ നമ്മൾ കമ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, 2 ന്യൂയിസൻസ് വേരിയബിൾസും പിന്നെ മെയിൻ ആയിട്ടുള്ള ആളും. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ലേ ഔട്ട്. നമ്മൾ എല്ലാത്തിനും ലേ ഔട്ട് പറയാറുണ്ടല്ലോ. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ലേ ഔട്ട്. ഇനി ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്? ഫസ്റ്റ് വൺ, ഈ ലാറ്റിൻ സ്ക്വയർ ഡിസൈൻ ദ എക്സ്പെരിമെന്റൽ മെറ്റീരിയൽ ഇസ് ഡിവൈഡഡ് ഇൻടു റോസ് ആൻഡ് കോളംസ്. അത് ഓർത്ത് വെക്കാം. Each having the same number of experimental units which is equal to the number of treatments. എത്ര നമ്പർ ഓഫ് കോളംസ് ഉണ്ടോ അത്രയും നമ്പർ ഓഫ് റോസ് വേണം. ഇനി ഈ നമ്പർ ഓഫ് റോയും നമ്പർ ഓഫ് കോളവും നമ്മൾ എങ്ങനെയാ എടുക്കുക? നമ്പർ ഓഫ് ട്രീറ്റ്മെന്റുകൾക്ക് അനുസരിച്ചാണ്. ഇപ്പൊ പറഞ്ഞ എക്സാമ്പിൾ തന്നെ, 4 കാർ എടുത്തു, അപ്പൊ 4 ഡ്രൈവറിനെ എടുത്തു, 4 ബ്രാൻഡ് ഓഫ് പെട്രോളും എടുത്തു. ഈ 4 എന്ന് പറയുന്ന കാരണം എന്താ? ശരിക്കും എനിക്ക് നോക്കേണ്ടത് 4 ബ്രാൻഡ് ഓഫ് പെട്രോൾസിനെയാണ് കമ്പയർ ചെയ്യണ്ടേ. അപ്പൊ എല്ലാം 4 വെച്ചെടുത്തു. ഈക്വൽ ആയിട്ട് വേണം എടുക്കാൻ. The treatments are allocated to the rows and columns such that each treatment occurs once and only once in each row and in each column. ഒരേ സമയത്ത് ഈ മെയിൻ ആയിട്ടുള്ള ഇതിന്റെ ലെവൽസ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല റോയിലും കോളത്തിലും. ഇതാ ഈ എഴുതിയിരിക്കുന്നത് നോക്ക്. ഈ എ എന്ന് പറയുന്ന ആള് പിന്നെ ആ റോയിലും കോളത്തിലും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇനിയിപ്പോ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഇതാ ഇവിടെ നിന്ന് ഒരു ഡി എടുത്ത് നോക്ക്. ഇത് റോയിലും കോളത്തിലും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോ റോയിലും കോളത്തിലുള്ള ആൾക്കാര് അടുത്ത റോയിലും കോളത്തിലും ഒന്നും റിപ്പീറ്റ് ചെയ്ത് സെയിം റോയിലും കോളത്തിലും റിപ്പീറ്റ് ചെയ്ത് വരാൻ പാടില്ല. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ LSDയിൽ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. എപ്പോഴും ഇങ്ങനെ ഇതും കൂടി ആലോചിച്ചാൽ മതി. ഇപ്പൊ 4 റോ ആണെങ്കിൽ 4 കോളം വേണം, അകത്തുള്ളതും 4 എണ്ണം വേണം. പിന്നെ നമ്മൾ പറയുമ്പോൾ റോയും കോളവും എന്ന് വെച്ചാൽ നമുക്ക് സൈസ് എടുക്കുമ്പോൾ റോയും കോളവും മാത്രമല്ലേ എടുക്കാൻ പറ്റുള്ളൂ. അതിന്റെ ഉള്ളിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഉള്ളില് എന്താ കൺട്രോൾ ആയി പോകുന്ന സംഭവത്തെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇതിന്റെ സൈസ് നോക്കുമ്പോൾ 4 × 4 16 ആണ്. എപ്പോഴും ഒരു സ്ക്വയർ ആയിട്ടായിരിക്കും. അതുകൊണ്ടാണ് അതിനെ ലാറ്റിൻ സ്ക്വയർ എന്ന് വിളിക്കാനുള്ള റീസൺ തന്നെ. ഇനി ഇതിന്റെ മോഡൽ എന്ന് പറയുന്നത് എങ്ങനെയാണ്? YIJK is equal to mu plus alpha I plus beta j plus tau k അല്ലെങ്കിൽ ഗാമ k whatever it is plus epsilon I. ഇത് tau k ആണ്, നിങ്ങൾക്ക് ഗാമ വേണമെങ്കിൽ യൂസ് ചെയ്യാം. Plus epsilon IJK. ഇവിടെയും ഓൾസോ the error term is normally distributed with mean 0 and variance sigma square ആയിരിക്കും. പിന്നെ ഐയും ജെയും കെയും എല്ലാം വി വരെയാണ്, ബിക്കോസ് ഇത് സ്ക്വയർ മോഡൽ. പിന്നെ ഇതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡംസ് താഴെ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ വരുവാണെങ്കിൽ v² - 1 വരും. റോ സം ഓഫ് സ്ക്വയേഴ്സ് ആണെങ്കിൽ v-1. അത് തന്നെയാണ് കോളത്തിനും. അത് v-1 × v-2 ആണ് എററിന്റെ. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വെച്ചിട്ട് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഡിസൈനിന്റെ മാത്രം കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അപ്പൊ അതിനകത്ത് അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ LSDയിൽ എടുത്തു പറയാനായിട്ടുള്ള പോയിന്റുകൾ. ഇനി ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും വരാണെങ്കിൽ എക്സ്ട്രാ പോയിന്റ്സ് അവിടെ പറയാം. ഓക്കെ, now factorial experiments. What do you mean by factorial experiments? അപ്പോൾ ഫാക്ടോറിയൽ എക്സ്പെരിമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ RBDയിലും LSDയിലും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യണേ? അവിടെ നമ്മൾ ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സിനെയാണ് ആക്ച്വലി അവിടെ കമ്പയർ ചെയ്യുന്നത്. അപ്പോ ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പൊ ഈ LSDയിൽ നമ്മൾ 3 എണ്ണം കമ്പയർ ചെയ്യുന്നുണ്ട്, RBDയിൽ വരുമ്പോൾ 2 എണ്ണം കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we test each of the factors separately and nothing about the interaction effect. നമ്മൾ interaction effectകളെ പറ്റി ഒന്നും പറയുന്നില്ല. ഓക്കെ, ഇപ്പം വെറൈറ്റി ഓഫ് ക്രോപ്സും ടൈപ്പ് ഓഫ് ഫെർട്ടിലൈസറും നോക്കുകയാണെങ്കിൽ പിന്നെ അതിനകത്തൊരു സോയിൽ ഫെർട്ടിലിറ്റിയും കൂടെ വരികയാണെങ്കിൽ ഈ വെറൈറ്റി ഓഫ് ക്രോപ്പും അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ഫെർട്ടിലൈസറും ഒക്കെ നമുക്ക് എന്താ പറയാ നമ്മുടെ എക്സ്പെരിമെന്ററിന്റെ കൺട്രോളിൽ ഉള്ള സംഭവങ്ങളാണ്. പക്ഷെ സോയിൽ ഫെർട്ടിലിറ്റി എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയല്ല, നോട്ട് ഇൻ ദാറ്റ് കൺട്രോൾ എന്നുള്ളതാണ്.
അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ ഇപ്പൊ നമ്മൾ ഫാക്ടോറിയൽ എക്സ്പെരിമെന്റ്സ് ചെയ്യുമ്പോഴും ഏതെങ്കിലും നമ്മൾ ഇതുവരെ പഠിച്ച ഏതെങ്കിലും ഒരു ഡിസൈൻ തന്നെയാണ് അവിടെയും ഉപയോഗിക്കുന്നത്. ഒന്നെങ്കിൽ 2 RBD ഒക്കെ ഒന്നിച്ച് ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര ഇൻഡെപ്തിലായിട്ട് ഞാൻ പോകുന്നില്ല, അതിന്റെ ആവശ്യം നിങ്ങൾക്കില്ല. അതൊരു ഡിഗ്രി ഒക്കെ പഠിക്കുന്ന ആൾക്കാർക്കാണ്, അത് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കാണ് വേണ്ടത്. നമുക്കൊരു കോമ്പറ്റേറ്റീവ് മെന്റാലിറ്റി മതി. അപ്പൊ ഞാൻ വളരെ ചുരുക്കി പറയാം. അപ്പോ RBD LSD ഒക്കെ ചെയ്യുന്ന സമയത്ത് സെവറൽ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ദ എക്സ്പെരിമെന്റ് വി കണ്ടക്ട്, അതാ അവിടെ ഒരുപാട് ഫാക്ടറുകൾ നമ്മൾ ഉള്ള എക്സ്പെരിമെന്റ്സിൽ വരും. അവിടെയൊക്കെ വി ടെസ്റ്റ് ഈച്ച് ഓഫ് ദ ഫാക്ടേഴ്സ് സെപ്പറേറ്റ്ലി ഹോൾഡിംഗ് ഓൾ അതർ ഫാക്ടേഴ്സ് കോൺസ്റ്റന്റ്. ബാക്കിയുള്ളതിനെയൊക്കെ കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ട് നമ്മൾ ഇൻഡിവിജ്വലി ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെയൊക്കെ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒന്ന് ഇന്ററാക്ഷൻ എഫക്റ്റുകൾ നഷ്ടപ്പെടുന്നു, രണ്ട് വളരെ ലെങ്തി ആണ്, കോസ്റ്റ്ലി ആണ്. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ ഫാക്ടോറിയൽ എക്സ്പെരിമെന്റ്സിലായിട്ട് വരുന്നത്. ഇനി അതിന്റെ കീ പോയിന്റ്സ് നോക്കാം. ഫാക്ടോറിയൽ എക്സ്പെരിമെന്റ്സ് ഇൻവോൾവ്സ് simultaneously more than one factor and each factor is at 2 or more levels. ഫാക്ടോറിയൽ എക്സ്പെരിമെന്റിൽ നമ്മൾ സൈമൾട്ടേനിയസ് ആയിട്ട് എല്ലാ ഫാക്ടറിനെയും ചെയ്യും, രണ്ടോ അതിൽ കൂടുതലോ ലെവൽസ് ഉള്ളത്. Several factors affect simultaneously the characteristic under study in factorial experiment, and the experimenter is interested in the main effect and the interaction effect among different factors. Main effectum interaction effectum ഒരേ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കമ്പാരിസൺ ചെയ്യാനായിട്ട് പറ്റും. ഇത്രയും ഓർത്തിരുന്നാൽ മതി ഫാക്ടോറിയൽ എക്സ്പെരിമെന്റിൽ. ഇനി ഇതിനകത്ത് വേണ്ടത്, അപ്പോൾ ഒരേ സമയത്ത് നമുക്ക് മെയിൻ എഫക്റ്റും കിട്ടും, ഇന്ററാക്ഷൻ എഫക്റ്റും കിട്ടും ഒരൊറ്റ എക്സ്പെരിമെന്റേഷനിലൂടെ. അപ്പൊ ഒരുപാട് ലെങ്തി അല്ല, കോസ്റ്റ്ലി അല്ല, എന്ന് വെച്ച് ഭയങ്കര സിമ്പിളും അല്ല. പക്ഷെ RBDയെക്കാളും LSDയെക്കാളും ഒക്കെ അത്ര ലെങ്തി പരിപാടി അല്ല ഫാക്ടോറിയൽ എക്സ്പെരിമെന്റ്സിൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് വേണ്ടത് 2 സ്ക്വയർ ഫാക്ടോറിയൽ എക്സ്പെരിമെന്റ്. 2 ക്യൂബ് ഉണ്ട്, 3 സ്ക്വയർ ഉണ്ട്. നമുക്ക് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്കൊരു 2 സ്ക്വയർ ഒക്കെ മതിയാവും. 2 സ്ക്വയർ ഫാക്ടോറിയൽ എക്സ്പെരിമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സമയത്ത് 2 ഫാക്ടറുകൾ എനിക്ക് കമ്പയർ ചെയ്യണം. ഓരോ ഫാക്ടറിനും 2 ലെവൽസ് വീതം ഉണ്ടായിരിക്കും. ഓരോ ഫാക്ടറിനും 2 ലെവൽസ് വീതം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോ ഇപ്പം എയും ബിയും ആണ് 2 ഫാക്ടറുകൾ എങ്കിൽ ഓരോന്നിനും 2 ലെവൽസ് വീതം ഉണ്ടായിരിക്കും. അപ്പൊ ടോട്ടല് 2 into 2 4 കോമ്പിനേഷൻസ് ഉണ്ടായിരിക്കും, ട്രീറ്റ്മെന്റ് കോമ്പിനേഷൻസ് ഉണ്ടായിരിക്കും. അത് ഏതൊക്കെയാണെന്ന് ആദ്യം പഠിച്ചു വെക്കാം. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്, ഒന്ന് 2 സ്ക്വയർ ഫാക്ടോറിയൽ എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഫാക്ടർ, ഓരോന്നിനും 2 ലെവൽസ്. അപ്പൊ ടോട്ടൽ 2 into 2 4 ട്രീറ്റ്മെന്റ് കോമ്പിനേഷൻസ്. ഓക്കെ, ഇനി ഏതൊക്കെയാണ് ട്രീറ്റ്മെന്റ് കോമ്പിനേഷൻസ്? 4 ട്രീറ്റ്മെന്റ് കോമ്പിനേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഏറ്റവും ലോ ലെവൽ, രണ്ടിന്റെയും ലോ ലെവൽ, ദാറ്റ് ഈസ് A0 B0. ഇനി ഒന്നിന്റെ ഹൈ ലെവലും രണ്ടാമത്തെ ലോ ലെവലും, അപ്പൊ A1 B0. അടുത്തത് A0 B1, അപ്പൊ രണ്ടാമത്തെ ഹൈ ലെവലും ആദ്യത്തെ ലോ ലെവലും. ദെൻ AB, അപ്പോ രണ്ടിന്റെയും ഹൈ ലെവൽ. ഇതാണ് 4 ട്രീറ്റ്മെന്റ് കോമ്പിനേഷൻസ് ഓഫ് 2 സ്ക്വയർ ഫാക്ടോറിയൽ ഡിസൈൻ. ഓക്കെ, അപ്പൊ ഹൈ ലെവൽ, ലോ ലെവൽ അങ്ങനെയാണ് നമ്മൾ പറയാ. അപ്പൊ ഇത് ഓർത്ത് വെക്കാം, 1 A B AB, A0 B0, A1 B0, A0 B1, A1 B1. ഓക്കെ, 4 ട്രീറ്റ്മെന്റ് കോമ്പിനേഷൻസ്. ഇനി ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ടത് മെയിൻ എഫക്റ്റുകളാണ്. മെയിൻ എഫക്ട് ഓഫ് എ, ഇപ്പൊ നമ്മളൊരു എസ്സേ ടൈപ്പ് ഒരു ക്വസ്റ്റൻ ഒന്നും അല്ലല്ലോ അറ്റൻഡ് ചെയ്യാൻ പോണത്. അപ്പൊ നമ്മൾ ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അത് എങ്ങനെ ഈസി ആയിട്ട് ഓർത്ത് വെക്കാം എന്ന് ആലോചിക്കാം. മെയിൻ എഫക്ട് ഓഫ് എ എന്ന് പറയുമ്പോൾ ഏതിന്റെയാണോ മെയിൻ എഫക്ട് എഴുതുന്നത് അതിന് -1 കൊടുക്കുക, മറ്റേതിന് +1 കൊടുക്കുക, ആൻഡ് ഡിവൈഡഡ് ബൈ 2R. ഇവിടെ R എന്ന് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് റെപ്ലിക്കേഷൻസ് ആണ്, എത്ര പ്രാവശ്യം റെപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ മെയിൻ എഫക്ട് ഓഫ് ബി എങ്ങനെയായിരിക്കും എഴുതേണ്ടത്? ഏതിന്റെയാണോ മെയിൻ എഫക്ട് എഴുതുന്നത് അതിന് -1 കൊടുക്കുക, മറ്റേതിന് +1 കൊടുക്കുക, ബൈ 2R. അപ്പൊ എ ബിയുടെ ആണെങ്കിൽ both of them are equal importance, so A-1 into B-1 divided by 2R. ഇങ്ങനെയാണ് നമ്മൾ മെയിൻ എഫക്റ്റുകളെ എഴുതുന്നത്.
ഇനി നമ്മൾ ആർ ബി ഡിയിലും എൽ എസ് ഡിയിലും സി ആർ ഡിയിലും ഒക്കെ പറഞ്ഞ പോലെ ഇവിടെയും ഉണ്ട് സം ഓഫ് സ്ക്വയർസ്. ആ സം ഓഫ് സ്ക്വയർസ് ഇവിടെ എങ്ങനെ ഇടും? സം ഓഫ് സ്ക്വയർസ് ഡ്യൂ ടു മെയിൻ എഫക്ട് ഓഫ് എ ആണെങ്കിൽ ആ ഏതിന്റെയാണോ നമ്മൾ സം ഓഫ് സ്ക്വയർ എഴുതുന്നത് അതിന്റെ കോൺട്രാസ്റ്റിന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4r. ഇത് ഫോർമുലയാണ്. 4r വന്നത് 2 സ്ക്വയർ ആയതുകൊണ്ടാണ്, 2 സ്ക്വയർ ഡിസൈൻ ആയതുകൊണ്ടാണ്. ഇപ്പൊ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ 3 സ്ക്വയർ ആണെങ്കിൽ അവിടെ 3 സ്ക്വയർ വരും. അത്രയും നമുക്ക് വേണ്ടേ. ഇപ്പൊ 4r കോൺട്രാസ്റ്റിന്റെ സ്ക്വയർ ബൈ 4r. അപ്പോ ബിയുടെ ആണെങ്കിലോ ബിയുടെ കോൺട്രാസ്റ്റിന്റെ സ്ക്വയർ ബൈ 4r. അങ്ങനെ എ ബിയുടെയും എല്ലാം എഴുതാം. ഇനി ഇവിടുത്തെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡംസ് എങ്ങനെയാണ്? എ എന്ന് പറയുന്ന ട്രീറ്റ്മെന്റിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 1, അത് ഒരെണ്ണേ ഉള്ളൂ. ബിയുടേതും 1, എ ബിയുടേതും 1. എററിൻ്റെത് 4 into r minus 1, ടോട്ടലിൻ്റെത് 4r minus 1. നമ്മൾ ആർ ബി ഡിയിലും സി ആർ ഡിയിലും എൽ എസ് ഡിയിലും ഒക്കെ ഓർത്തു വെച്ച പോലെ ഇതും ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പൊ ഓരോ ഇൻഡിവിജ്വൽ ട്രീറ്റ്മെന്റ്സിനും 1 1 1 വെച്ചിട്ടാണ് വരിക. എററിന് 4 into r minus 1 വരും. ഇവിടെ 2 സ്ക്വയർ ആയതുകൊണ്ടാണ് 4 വന്നത്. ടോട്ടലിന് 4r minus 1 വരും. പിന്നെ ബ്ലോക്കിനാണെങ്കിൽ ഇവിടെ r minus 1 വരും. ഓക്കെ, ഇങ്ങനെയാണ് ഇതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡംസ് വരുന്നത്. ഓക്കെ, ഇനി 2 ക്യൂബ് ആണെങ്കിലോ? പിന്നെ 2 സ്ക്വയർ ഫാക്ടോറിയൽ ഡിസൈനില് എക്സ്പെരിമെന്റില് എത്ര എഫുകൾ ഉണ്ടാവും, എത്ര എഫ് ടെസ്റ്റുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ എഫ് സ്റ്റാറ്റിസ്റ്റിക്കുകൾ ഉണ്ടാവും? എക്ക് ഒരെണ്ണം ഉണ്ടാവും, ബിക്ക് ഒരെണ്ണം ഉണ്ടാവും, എ ബിക്ക് ഒരെണ്ണം ഉണ്ടാവും. ഓക്കെ, അതായത് എക്ക് ഒരു സം ഓഫ് സ്ക്വയർ ഉണ്ട്, അപ്പൊ അവിടെ ഒരു മെയിൻ സം ഓഫ് സ്ക്വയർ വരും, എം എസ് എ ബൈ എം എസ് സി. അതേപോലെ ബിയുടെ വരും, എം എസ് ബി ബൈ എം എസ് സി. അതേപോലെ എ ബിക്ക് വരും, എം എസ് എ ബി ബൈ എം എസ് സി. ഓക്കെ, ഈ എഫ് ഓഫ് എയുടെ, അതായത് ഫസ്റ്റ് എഫ് ടെസ്റ്റിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എങ്ങനെ വരും? എഫ് ഓഫ് 1, 4r minus 1. എങ്ങനെ? ന്യൂമറേറ്ററിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 1, ഡിനോമിനേറ്ററിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 4r minus 1. അത് എല്ലായിടത്തും ഒരുപോലെ തന്നെ. ഇത് മൂന്നിനും സെയിം ആയിരിക്കും വരാം, ബിക്കോസ് ന്യൂമറേറ്ററിൽ 1 ആണല്ലോ എല്ലായിടത്തും. ഡിനോമിനേറ്ററിൽ എം എസ് സി ആയതുകൊണ്ട് അത് എപ്പോഴും 4r minus 1 ആയിരിക്കും. പിന്നെ എപ്പോഴും പറയാം, എഫ് ടെസ്റ്റ് അറിയാലോ, എഫ് ഗ്രേറ്റർ ദാൻ എഫ് ആൽഫ ആണെങ്കിൽ റിജക്ട് ചെയ്യും എന്നുള്ളതാണ്. ഇതാണ് ഫാക്ടോറിയൽ എക്സ്പെരിമെന്റിന്റെ ഓവറോൾ ഡിസൈൻ എന്ന് പറയുന്നത്. ഇതിൽ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് മെയിൻ എഫക്റ്റുകൾ. ആദ്യം ഇപ്പൊ 2 സ്ക്വയർ ആണെങ്കിൽ അതിന് എത്ര ട്രീറ്റ്മെന്റ് കോമ്പിനേഷൻസ് വരും, അതിന്റെ ഒക്കെ മെയിൻ എഫക്റ്റുകൾ, ഇന്ററാക്ഷൻ എഫക്റ്റ്. ദെൻ അതേപോലെ സം ഓഫ് സ്ക്വയേഴ്സ്, മീൻ സം ഓഫ് സ്ക്വയേഴ്സ് ആൻഡ് എഫ് ടെസ്റ്റ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അതിൽ ഓർത്തിരിക്കേണ്ടത്. ഇനി ഇതേപോലെ നമ്മൾ 3 സ്ക്വയർ ആണ് പറയുന്നതെങ്കിൽ, അല്ലെങ്കിൽ 2 ക്യൂബ് ആണ് പറയുന്നത്, 3 സ്ക്വയറിലോട്ടൊന്നും പോവില്ല, 2 ക്യൂബ് ആണ് പറയുന്നതെങ്കിൽ ഇവിടെ 3 ഫാക്ടറുകളും ഈച്ച് ഹാവിങ് 2 ലെവൽസ്, 2 ലെവൽസും ആണ്. അപ്പൊ അതിനനുസരിച്ച് കോമ്പിനേഷൻസ് വരും. അപ്പൊ 8 എണ്ണം വരും, 2 into 3. അതിനനുസരിച്ച് മാറും. അത് നോക്കി വെക്കാം. ഓക്കെ, ഏതൊക്കെയായിരിക്കും അത്? 1, A, B, 3 ഫാക്ടേഴ്സ് ആണ്. അപ്പൊ 1, A, B, C, A, B, A, C, B, C, A, B, C, അങ്ങനെ. അപ്പോ 2 ക്യൂബ് ഫാക്ടോറിയൽ ആവുമ്പോൾ 3 ഫാക്ടർ ഈച്ച് ഹാവിങ് 2 ലെവൽസ്. അപ്പോ 2 into 2 into 2, 8 കോമ്പിനേഷൻ, ട്രീറ്റ്മെന്റ് കോമ്പിനേഷൻസ് വരും. അപ്പൊ ഇത്രയാണ് ഇതിന്റെ തിയററ്റിക്കൽ കൺസെപ്റ്റ്. ഇതിന്റെ കുറച്ച് പ്രോബ്ലംസ് അത് രണ്ടാമതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.